സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതലുള്ള തിരുവചനമാണ് ഇന്നത്തെ സുവിശേഷം. അതിൽ 36-ാമത്തെ വചനം, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരായിരിക്കാം ഒരുവന്റെ ശത്രു. നീ ദൈവേഷ്ടമനുസരിച്ച് യാത്ര ചെയ്യുകയും നിന്റെ ചുറ്റുമുള്ളവർ ലോകരാജ്യത്തിലുമാണെങ്കിൽ തീർച്ചയായിട്ടും ശത്രുവിനെ തേടി മറ്റെങ്ങും പോകേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കാൻ സ്വന്തം വീട്ടിൽ തന്നെ അവരുണ്ടെങ്കിൽ വേറെങ്ങും തേടി പോകേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അവരെ സ്നേഹിക്കാൻ, അതിനാവശ്യമായ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുമായി മല്ലടിക്കാൻ പോകാതിരിക്കുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നീ സമാധാനം സ്ഥാപിച്ചെടുക്കുന്ന മനുഷ്യനായി മാറുക. അതിനുള്ള ഒരു കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.